ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം. ജില്ലയിൽ മോഷണങ്ങൾ പെരുകുന്നു. കവർച്ചകളിലേറെയും വീടുകളിലും കുടുംബക്ഷേത്രങ്ങളിലും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വോട്ടിംഗ് മെഷീനുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണലും ശനിയാഴ്ച നടക്കും. പോളിംഗ് കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ്. രാവിലെ ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ഉച്ചയ്ക്ക് മുൻപ് വിജയിയെ അറിയാനാകും. പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്നും പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു. ദേവസ്വം ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരത്തിന് രാത്രി മഠത്തിൽ വരവിന്റെ സമയത്താണ് പ്രശ്നം തുടങ്ങിയത്. തിരുവമ്പാടി പൂരം ചുരുക്കിയത് ശരിയായില്ല. പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിച്ചതാണ്. എന്നാൽ തിരുവമ്പാടി വിഭാഗം പ്രതികരിച്ചില്ല. പൂരം അലങ്കോലമായിട്ടുമില്ല, കലങ്ങിയിട്ടുമില്ല. വെടിക്കെട്ട് 3 മണിക്കൂർ വൈകി. പൂരം ഏറ്റവും ഭംഗിയായി നടത്തേണ്ട ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. വരും വർഷങ്ങളിൽ പോലും ഇതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഉന്നത അധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു. ആർക്കും പൂരം കൈയടക്കാൻ കഴിയില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് പൂരം കൈയടക്കിയിട്ടൊരു കാര്യമില്ല. പൂരം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നതാണ്, പൂരം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിലാണ്. ആ ക്ഷേത്ര മൈതാനത്തിലും വടക്കുന്നാഥൻ ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പൂരം ഏറ്റവും സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. പിന്നെ അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പൂരം എങ്ങനെ തുടങ്ങി എന്നുള്ളത്. അപ്പോഴും ആ ചരിത്രപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിന് തന്നെയാണ്. പക്ഷേ അതിൽ ഈ ചടങ്ങുകൾ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ മഠത്തിൽ വരവ്, എലഞ്ഞിത്തറമേളം, അതുപോലെ തന്നെ കുടമാറ്റം, വെടിക്കെട്ട്, പിന്നെ പകൽപൂരം, ഇതിലെല്ലാം എന്ന് പറഞ്ഞിട്ട് നടത്താൻ വേണ്ടി ഉള്ള ചുമതലയാണ് ഈ ഘടകക്ഷേത്രങ്ങൾക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പങ്കാളിത്ത ദേവസ്വങ്ങൾ എന്ന് പറയുന്ന പാറമേക്കാവിനും തിരുവമ്പാടിക്കും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. അതിൽ വേറെ രീതിയിൽ ഇത് കൈയടക്കി ഇതൊന്ന് പൂരം കൈയടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലെല്ലാം കയറി നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. അല്ല, ഇവരെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോളുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചുമതല എന്ന് പറയുന്നത്. അതിൻ്റെ മേൽനോട്ടമാണ് ദേവസ്വം ബോർഡ്. കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം 6 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ്. ബാക്കി 4 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കൺട്രോൾ ടെമ്പിൾസ് ആണ്. കൺട്രോൾ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ടെമ്പിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ അത്രയും നിയന്ത്രണം ഉള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്. ആ കാര്യം നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളിത് പോയി ഉടനെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പോയി പൂരം ഏറ്റെടുക്കാൻ പോകണമെന്ന് പറയുന്നത് അത് മനഃപൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ്. ആ രീതിയിൽ ഒരിക്കലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇപ്പം അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് അതിന്റെ നിലപാട് പറയാറുണ്ട്. കാരണം ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. 50ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ഷൊർണൂരിലുള്ള വീട്ടിൽ വെച്ച് നടക്കും. 1980-ൽ PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിൽ ഒരു ന്യൂ സ്റ്റുഡിയോ ബോയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മേഘനാഥൻ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. പഞ്ചാഗ്നി, ചമയം രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറം ഹാജി മഹാനായി ജോജി, പ്രായക്കര പാപ്പാൻ, ഉദ്യാനപാലകൻ, ഈ പുഴയും കടന്ന, ഉല്ലാസ പൂങ്കാറ്റ്, രാഷ്ട്രം, കുടമാറ്റം, വാസന്തിയിൽ ലക്ഷ്മിയും പിന്നെ ഞാനും, വാസ്തവം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ജില്ലയിൽ മോഷണങ്ങൾ പെരുകുന്നു. കവർച്ചകളിലേറെയും വീടുകളിലും കുടുംബക്ഷേത്രങ്ങളിലുമാണ്. കഴിഞ്ഞ ദിവസം ചന്ദ്രാപ്പനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാല കവർന്നത് ഇന്നലെ പുലർച്ചെയാണ്. വടക്കാഞ്ചേരിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും സ്വർണം കവർന്നുവെങ്കിലും പ്രതികൾ പോലീസ് പിടിയിലായി. കുടുംബക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും ഭണ്ഡാരങ്ങളും കവർച്ച ചെയ്യുന്നതും ഏറിയിട്ടുണ്ട്.
വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ റോഡരികിൽ നിന്ന യുവാവിനെ ബസ് തട്ടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് ഓട്ടുപാറ PM ട്രേഡേഴ്സിലെ ജീവനക്കാരനായ ഓട്ടുപാറ സ്വദേശി ഗിരീഷിനെ റോഡരികിൽ നിൽക്കുമ്പോൾ അശ്രദ്ധമായി വന്ന സ്വകാര്യ ബസിന്റെ ഒരു വശം തട്ടിയത്. അപകടത്തെ തുടർന്ന് ഗിരീഷ് തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങൾ നടുക്കമുണ്ടാക്കുന്നതാണ്. അപകടത്തിൽ ഗിരീഷിന് നെറ്റിയിൽ മുറിവുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം സംബന്ധിച്ച പരാതികൾ വ്യാപകമാണ്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസയോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായി മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിലുണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. മുണ്ടൂരിൽ ടെമ്പോ കത്തി നശിച്ചു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സെക്കൻഡ് ഹാൻഡ്സ് ഇലക്ട്രോ കളർ പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിലെ ടെമ്പോയ്ക്കാണ് തീപിടിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകാനുള്ള കൌൺസിൽ യോഗ തീരുമാനം നടപ്പിലാക്കാത്തത് സംബന്ധിച്ചും അടഞ്ഞുകിടക്കുന്ന ക്രിമിറ്റോറിയത്തെ ചൊല്ലിയും കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം. ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. ആദ്യഘട്ടമായി 4,80,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ടെന്നും സർക്കാർ ജീവനക്കാരുടെ നവംബർ മാസത്തെ ശമ്പളം ലഭിക്കുന്നതോടെ മുഴുവൻ തുകയും അടയ്ക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിശദീകരിച്ചു. കേന്ദ്ര സഹായം നൽകുന്നില്ലെന്ന് ആക്ഷേപിക്കുന്നവർ കൌൺസിൽ എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന വിമുഖത വയനാട് ദുരന്തത്തോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. നഗരസഭാ ക്രിമിറ്റോറിയം തുറക്കുമെന്ന് കൌൺസിൽ യോഗത്തിൽ നൽകിയ ഉറപ്പിൽ തെറ്റുപറ്റിയെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ പറഞ്ഞു. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. ജാഥ റിയാലിറ്റി ഷോ താരം അമൻ സഖ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 23 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിൽ വിവിധ വേദികളിലായാണ് കേരളോത്സവം നടക്കുക. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനം ആരംഭിച്ചു. മുതിർന്ന അംഗം UK മണി പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ്, ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, ലോക്കൽ സെക്രട്ടറി PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാളെ അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കും. തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനമുണ്ടായിരിക്കും. പ്രസിഡന്റ് KK സുബീദ, സെക്രട്ടറി സുനീഷ് ഐനപ്പള്ളി, OA പരമൻ, രാജീവ് തറയിൽ, KK മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം വെമ്പല്ലൂർ GLP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അയ്യൂബ്,
വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി, മിനി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്ന 10ാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്നും താലങ്ങളുടെയും ഉടുക്കവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പ്രസാദ്, സജിത പുത്തൻവീട്, സുധീഷ് ബാബു, ബിജീഷ്, എം ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിൽ 6 ദിവസങ്ങളായി നടത്തുന്ന സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾക്ക് തുടക്കമായി. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി.കെ. ഋതിക് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ.എസ്. രജിതൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ.ബി. പ്രിയംവദ, ഡോക്ടർ ശ്യാം കെ. രാജ് എന്നിവർ സംസാരിച്ചു. പാലക്കാടിന്റെ മനസ്സ് ആർക്കൊപ്പം? വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ആകാംക്ഷയ്ക്ക് വിരാമമാവാൻ 2 ദിവസങ്ങൾ മാത്രം. പാലക്കാട് നിന്നും മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞതിൻ്റെ നിറവും മധുരവും ഒന്നും ഇനിയും അവസാനിച്ചിട്ടില്ല. പാലക്കാടിൻ്റെ ഹൃദയഭൂമിയിലാണ് കൽപ്പാത്തി. പാലക്കാടിലെ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശവും ആ പോരാട്ട ചൂടുമെല്ലാം ഏറ്റവും തീവ്രമായത് ഈ കൽപ്പാത്തി തെരുവീതികൾ തന്നെയാണ്. കൽപ്പാത്തി രഥോത്സവം മൂലമാണ് നവംബർ 13-ന് നടക്കേണ്ടിയിരുന്ന, ചേലക്കരയ്ക്കും വയനാടിനുമൊപ്പം നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് നവംബർ 20-ലേക്ക് മാറ്റിയതും. ഏറ്റവും ഒടുവിൽ പാലക്കാടിൻ്റെ ജനമനസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 2 നാൾ മാത്രമുള്ള കാത്തിരിപ്പാണ്. അപ്പോഴറിയാം ആരാണ് വാഴുക, ആരാണ് വീഴുക, കോട്ട പിടിക്കുക ആരാണെന്ന്. എത്രയോ വിഷയങ്ങളിലൂടെ ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയി. ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും വലിയ ആവേശം സമ്മാനിക്കുന്നതാണ്. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പോലെ വീറും വാശിയും നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഒട്ടേറെ വിവാദങ്ങളും, നീല ട്രോളി ബാഗും കള്ളപ്പണവും ഏറ്റവും ഒടുവിൽ പരസ്യ വിവാദവും ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങളിലൂടെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയി. ഒരുപാട് കൂറുമാറ്റങ്ങൾ കണ്ടു. LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന സരിനായിരുന്നു. അതിനുശേഷം BJPയുടെ മുഖവും വാക്കുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതും നമ്മൾ കാണുകയുണ്ടായി. അത്തരം ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ വലിയ വാക്പോരിനെ സാക്ഷ്യം വഹിച്ച പാലക്കാടിൻ്റെ ജനമനസ്സ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ആർക്കായിരിക്കും മുൻതൂക്കം? വലിയ പ്രതീക്ഷയാണ് UDF പുലർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ മണ്ഡലം നിലനിർത്താനാവുമെന്ന്, ഷാഫി പറമ്പലിൻ്റെ തുടർച്ചയാകുമെന്ന് UDF കരുതുമ്പോൾ ഇതുവരെ 2ാം സ്ഥാനത്തുണ്ടായിരുന്നതിൽ നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് കൃഷ്ണകുമാർ, NDAയുടെ BJPയുടെ കൃഷ്ണകുമാർ പക്ഷം പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസിൽ നിന്ന് LDFിലേക്ക് വന്ന P. സരിൻ്റെ മുഖത്തിലൂടെ സരിനാണ് ശരിയെന്നാണ് അവർ ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത്. സരിനിലൂടെ ഈ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിക്കാൻ സാധിക്കുമെന്ന് ഇടതുപക്ഷവും കരുതുമ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ കാത്തിരിപ്പാണ്. കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. വയനാടിനേക്കാൾ ചേലക്കരയേക്കാൾ വലിയ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് ആര് വെന്നിക്കൊടി പാറിക്കുമെന്ന് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. പാലക്കാടിലെ കൽപ്പാത്തി അഗ്രഹാര വീതിയിൽ നിന്ന് ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. ദേശീയ നവജാത ശിശു സംരക്ഷണ വാരം ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നടന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ഒരുക്കിയ നവജാത ശിശു സംരക്ഷണ കിറ്റുകൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ജനിച്ച 21 നവജാത ശിശുക്കൾക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലതാ ചന്ദ്രൻ വിതരണം ചെയ്തു. കേരള വിഷന്റെ എന്റെ കൺമണിക്ക് പരിപാടിയുടെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത 75 ബേബി ബെഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, വാർഡ് കൌൺസിലർ PT ജോർജ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലെമി ജോസ്, DNO M ഷീജ, MCH ഓഫീസർ ഇൻചാർജ് PA റൂബി, ഡെപ്യൂട്ടി മാസ് മീഡിയ കേരള വിഷൻ മേഖല
കേരള വിഷൻ മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി VP പ്രഭ എന്നിവർ സംസാരിച്ചു. തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റ് പരിവർത്തനം ഒഴിവാക്കി മത്സ്യക്കച്ചവടം തുടരുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ്. ഇത് സംബന്ധിച്ച മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കത്ത് നൽകി. മത്സ്യ മാർക്കറ്റിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് മാള പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് ആലങ്ങാട് വീട്ടിൽ ഷെറീന അഫ്സർ നൽകിയ പരാതിയിലാണ് ഫിഷറീസ് വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെയും കത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയ വിവരം പരാതിക്കാരിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. തീരദേശ വികസന കോർപ്പറേഷൻ മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റ് ലേലം ചെയ്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാതെ പഞ്ചായത്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും പരിവർത്തനം നടത്താൻ ശ്രമം നടക്കുന്നതായും TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ഇത് സംബന്ധിച്ച് ഷെറീന അഫ്സർ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷറഫ് ഉൾപ്പെടെയുള്ളവർ ഫിഷറീസ് വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്. കോർപ്പറേഷൻ ജില്ലയിൽ നിർമ്മിച്ചിട്ടുള്ള 3 ആധുനിക മത്സ്യ മാർക്കറ്റുകളിൽ ഒന്നാണ് മാള പഞ്ചായത്തിന് കൈമാറിയിരുന്നത്. 70.72 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യ മാർക്കറ്റ് 2013 ഒക്ടോബർ 19 ഉദ്ഘാടനം നടത്തിയാണ് കൈമാറിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളായ 20 പേർക്ക് മത്സ്യം വിൽക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേർതിരിച്ച് നൽകിയിരുന്നു. എന്നാൽ ആദ്യ തവണ ലേലം ചെയ്തു കൊടുത്തതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. മത്സ്യ മാർക്കറ്റ് പരിവർത്തനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതും അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വാടകയ്ക്ക് നൽകാൻ തയ്യാറാകാത്തതുമെന്നായിരുന്നു ആക്ഷേപമുയർന്നത്. TCV ന്യൂസ്, മാള. പരിമിതികൾ മറന്ന കലയെ നേരിട്ടറിയാനെത്തി താമരയൂരിലെ ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കാളികളാകാൻ അധ്യാപകരോടൊപ്പം കുട്ടികൾ നേരിട്ടെത്തുകയായിരുന്നു. പരിമിതികൾ മറന്നുള്ള അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ മത്സരാർത്ഥികൾക്കും കരുത്തേകി. സ്കൂൾ പ്രധാന അധ്യാപിക ഫാരിദ ഹംസയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കലോത്സവ മുറ്റത്തെ തിരിച്ചറിഞ്ഞു. കാഴ്ച പരിമിതിയുള്ളവർക്ക് കാഴ്ചയായും ശ്രവണ വൈകല്യമുള്ളവർക്ക് കേൾവിയായും അധ്യാപകർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രായഭേദമില്ലാതെ 25ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവം കാണാനെത്തിയത്. അതിൽ 2 വിദ്യാർത്ഥികൾ വീൽ ചെയറിലുമായിരുന്നു. ജില്ലാ കലോത്സവത്തിൽ ഒരുപാട് കുട്ടികളുടെ കലാമത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കലാമത്സരങ്ങളെ കലാതിലകം കലാമത്സരങ്ങളും ഒക്കെ കൊണ്ടുവെക്കുമ്പോൾ കുട്ടികൾക്കത് അറിയില്ലെങ്കിലും അവിടെ ഓരോ സ്റ്റേജിൽ നടക്കുന്ന കുട്ടികളുടെ പെർഫോമൻസ് ഒന്ന് നമ്മുടെ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ കാണിക്കാനും അവർക്ക് എന്താണത് കലാമത്സരങ്ങളെന്ന് അറിയാനുള്ള ഒരു വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻ്റെ മക്കളായിട്ട് വന്നിട്ടുള്ളത്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിൽ തുടർച്ചയായി 3ാം തവണയോ 1ാം സ്ഥാനം നേടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ 2 തവണ സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡും സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മാപ്പിളക്കലകളിൽ പ്രഥമ സ്ഥാനിയാണ് കോൽക്കളി. കലോത്സവത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരവും കോൽക്കളിയാണ്. ഉപജില്ലാ കലോത്സവത്തിൽ ഇത്തവണ 5 ടീമുകളാണ് പങ്കെടുത്തത്. ഇമ്പമാർന്ന ഗാനവും ചടുലമായ മെയ് ചുവടുകളും കൈയടക്കമുള്ള കോലടികളുമാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ ഹാട്രിക് വിജയകിരീടം ചൂടിച്ചത്. MBA വിദ്യാർത്ഥിയായ എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദ് റിയാസാണ് പരിശീലകൻ. MJ രാഹുൽ, ശരത് കൃഷ്ണ, ഷിനാസ് കരിയന്നൂർ, VB സനൂപ് എന്നിവർ സഹായികളാണ്. വളരെ സന്തോഷമുണ്ട്. തുടർച്ചയായിട്ട് 3ാമത്തെ തവണയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് കുന്നോളം ഉപജില്ലയിൽ 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സംസ്ഥാന തലത്തില് ഹൈസ്കൂളിനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർന്ന് ജില്ല വരുന്നുണ്ട്, സംസ്ഥാന ലെവലിൽ കോമ്പറ്റീഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. 3 മാസത്തോളം കഠിന പരിശീലനത്തിന് ശേഷമാണ് കുട്ടികൾ കളിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവർ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അതിന്റെ പുറകെ ഉള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഇപ്പോൾ സ്റ്റേജിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. മാസങ്ങളോളം തുടർച്ചയായി നടത്തിയ പരിശീലനമാണ് എരുമപ്പെട്ടി സ്കൂളിനെ വിജയികളാക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ A ഗ്രേഡോടെ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെ നിറഞ്ഞാടി കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുന്നംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ ഇവർ അവതരിപ്പിച്ച സംഘനൃത്തം വസ്ത്ര അലങ്കാരത്താലും ശ്രദ്ധ നേടി.
സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ട് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത വേദിയിൽ ചൂടുകൾ വെച്ച കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നിറഞ്ഞ കയ്യടികളോടെ ഒന്നാം സ്ഥാനം നേടിയെടുത്തു. പുരോഗമന കാലഘട്ടമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടി ഭർതൃഗൃഹങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നതിന്റെ നേർചിത്രങ്ങളാണ് സംഘനൃത്തത്തിൽ വേദിയിൽ അവതരിപ്പിച്ചത്. ഗാർഹിക പീഡനങ്ങളിൽ മനംനൊന്ത് ജീവനൊടുക്കാതെ ശക്തമായി പ്രതിരോധിക്കുവാൻ ആഹ്വാനം ചെയ്താണ് നൃത്തം അവസാനിപ്പിക്കുന്നത്. പ്രമേയം പോലെ തന്നെ പുതുമയുള്ളതായിരുന്നു മത്സരാർത്ഥികളുടെ വസ്ത്രധാരണവും. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച നൃത്തത്തിന് പരമ്പരാഗത ക്രൈസ്തവ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഗാനവും ഭാവാഭിനയവും ചടുലമായ ചുവടുകളും സംഘനൃത്തത്തെ മികവുള്ളതാക്കി മാറ്റി. TC വിനോസ്, എരുമപ്പെട്ടി. ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ലോക പ്രശസ്തനാവുകയും ആ ഫോട്ടോ പകർത്തിയതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ കഥ പറഞ്ഞ് ഒന്നാം സ്ഥാനം നേടി ദിയ ബിനോയ്. എച്ചില് കഴിച്ചും വയറ് നിറയ്ക്കുവാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. തീൻമേശകൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ജീവിതങ്ങൾ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയക്കാരോ കണ്ടെന്നു വരികയില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുന്നംകുളം BCGHSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ പട്ടിണിയുടെയും മനുഷ്യത്വത്തിന്റെയും കഥ പറഞ്ഞ് ഒന്നാം സ്ഥാനം നേടിയത്. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോക പ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴി നയിച്ചതും ഒരേയൊരു ഫോട്ടോയാണ്. ജീവൻ നിലനിർത്താൻ പൊരുതുന്ന സുഡാനി കുഞ്ഞും പട്ടിണി കോലമായ കുരുന്നിന്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും. ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം പ്രതിപാദിച്ചത് വിശപ്പെന്ന യാഥാർത്ഥ്യത്തെയാണ്. ഈ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. പ്രശംസയേക്കാൾ വിമർശനമാണ് കെവിന് കേൾക്കേണ്ടി വന്നത്. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോ എടുത്തതിന്റെ കുറ്റബോധം വേട്ടയാടിയ കെവിൻ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ വിഷയമാണ് ദിയ അവതരിപ്പിച്ചത്. കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ആളുടെ കഥയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് ആഫ്രിക്കയിലേക്ക് പോവായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവിടുത്തെ മേധാവി എന്നിട്ട് പറഞ്ഞു ആരെയും തൊടരുതെന്ന്, കാരണം അവരെല്ലാരും രോഗബാധിതരാന്ന് പറഞ്ഞു. അപ്പോ ഇയാള് ഫോട്ടോ എടുക്കുമ്പോ ഒരു കഴുകനെയും കുഞ്ഞും കണ്ടു. അതായത് കുഞ്ഞിനെ കഴുകൻ കൊത്തി വലിക്കാൻ പോവുക, അത് കണ്ടു. അപ്പൊ അയാൾ ഒന്നും ചെയ്യാതെ ഫോട്ടോ എടുക്കലേ മാത്രം ശ്രദ്ധിച്ച, കുഞ്ഞിനെ രക്ഷിക്കാൻ പോയില്ല. ഇനി കഴുകനെ ആട്ടി ഓടിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചിരുന്നു. അപ്പോൾ ലോകം മൊത്തം അയാൾ തള്ളിപ്പറഞ്ഞു. പിന്നെ ആഫ്രിക്കയിലത്തെ പട്ടിണി ലോകമെമ്പാട് പറഞ്ഞത് ആളുടെ ചിത്രം കൊണ്ടായിരുന്നു. പിന്നണിയിൽ വാദ്യമേളങ്ങളില്ലാതെയാണ് ദിയ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. തിരഞ്ഞെടുത്ത വിഷയവും അവതരണ മികവുമാണ് ദിയയെ ഒന്നാം സ്ഥാനത്തിന് അർഹയാക്കിയത്. കാട്ടകാമ്പാൽ പുലിക്കോട്ടിൽ ബിനോയ് ഷീബ ദമ്പതികളുടെ മകളാണ് ദിയ. TC വിനോസ്, എരുമപ്പെട്ടി. ഏകാദശി തിരക്കിന് മുന്നോടിയായി ഗുരുവായൂർ കലോത്സവ നഗരിയിൽ പൂരത്തിരക്ക്. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ആവേശത്തിരയായി കാണികൾ ഒഴുകിയെത്തി. ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, സംഘനൃത്തം, അറബനമുട്ട്, കോൽക്കളി, ദഫുമുട്ട്, വട്ടപ്പാട്ട്, വഞ്ചിപ്പാട്ട്, നാടൻ പാട്ട് എന്നീ മത്സരങ്ങളുടെ സ്റ്റേജുകൾക്ക് മുന്നിൽ കാണികൾ തിങ്ങി നിറഞ്ഞു. മേക്കപ്പും റിഹേഴ്സലുമായി ക്ലാസ് മുറികൾ മത്സരാർത്ഥികൾ കൈയടക്കി. വേദികൾക്ക് പുറമെ സ്കൂൾ ഗ്രൗണ്ടിലും വരാന്തകളിലും അക്ഷരാർത്ഥത്തിൽ സൂചി കുത്താനിടമില്ലായിരുന്നു. മുൻകാല കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മത്സരാർത്ഥികളുടെ കുത്തൊഴുക്കാണ്. ഇതിൽ ഭൂരിപക്ഷം പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ കാണികളായി രക്ഷിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ ലഘുഭക്ഷണശാലകൾക്ക് കൊയ്ത്തായിരുന്നു. സ്കൂളിന് പുറത്ത് ഒരുക്കിയിരുന്ന ഭക്ഷണശാലയിൽ 3500ഓളം പേർ സദ്യ കഴിച്ചു. 20 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. ഒട്ടുമിക്ക വേദികളും കാണികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മത്സരവും മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാനും മത്സരമായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3301 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പൂരം നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M.K. സുദർശൻ. പൂരം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ആരോപണം ശരിയല്ലെന്ന് സുദർശൻ. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം. ജില്ലയിൽ മോഷണങ്ങൾ പെരുകുന്നു. കാഴ്ചകളിലേറെയും വീടുകളിലും കുടുംബക്ഷേത്രങ്ങളിലും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.